ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു കമ്പാരിസൺ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എനിക്കറിയണം ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ റിലയൻസിന് ഒരു കമ്പനി മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരും ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാരന്റ് ആൻഡ് സബ്സിഡറി കമ്പനീസ്. ഞാനിത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഞാൻ ജസ്റ്റ് എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതിലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്, മീൻസ് ഇപ്പോൾ നമ്മൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യുവേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ, റവന്യൂ റെക്കഗ്നേഷൻ, ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ, ഇത് നമ്മുടെ ഇന്ത്യയിൽ ഒരു തരത്തിലാണ് നടക്കുന്നത്, UK ഒരു തരത്തിലാണ്. സോ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് അല്ലേ, ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഗ്ലോബലി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആകുമ്പോൾ എനിക്കത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. പകരം അത് അവരോട് യൂണിഫോമിറ്റി ഉണ്ടെങ്കിലോ. അപ്പോൾ ഇൻവെൻട്രി വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇൻ്റർനാഷണലി ഒരേ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെ. അപ്പോൾ ഇറ്റ്സ് വെരി ഈസി ഫോർ കമ്പാരിസൺ അല്ലേ. അതൊരു ഇൻട്രാഫേം കമ്പാരിസൺ ആയാലും ഇൻ്റർഫേം കമ്പാരിസൺ ആയാലും നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, ടു ബ്രിങ് യൂണിഫോമിറ്റി അല്ലേ, ആ അക്കൗണ്ടിങ് പ്രാക്ടീസസിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ, കമ്പയറബിലിറ്റി കൂടുതൽ ഈസി ആക്കാനായിട്ട്, അതുപോലെ അതിൻ്റെ ഒരു റിലയബിലിറ്റി, റെലവൻസി ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത്. അതായത് ഇൻ ഓർഡർ ടു ഹാർമണൈസ് ദ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. ഓക്കെ, ആ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് നമ്മൾ ഗ്ലോബലി എക്സിസ്റ്റ് ചെയ്യുന്നത് യൂണിഫോമിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് കമ്പയറബിലിറ്റി ഈസി ആക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.